ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. പൊതുവേ നമ്മുടെ GST 2.0 വന്നപ്പം ഒട്ടുമിക്ക എല്ലാ വാഹനങ്ങൾക്കും വില കുറഞ്ഞു, ഒട്ടുമിക്ക എല്ലാ വണ്ടികൾക്കും വില കുറഞ്ഞു. പക്ഷേ അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കമൻസ് വരുന്നത്, അതും ഓരോ വേരിയൻ്റ് വയസ്സാണ് ആൾക്കാരെടുത്ത് ചോദിക്കുന്ന മാരുതി സുസുക്കിയുടെ ഈ വണ്ടിക്ക്, അല്ലെങ്കിൽ ഇപ്പം ബലേനോയുടെ ഡെൽറ്റ CNG എത്ര വില കുറഞ്ഞു, ബ്രസയുടെ ZXi എത്ര വില കുറഞ്ഞു, ഓൾട്ടോ കേട്ടൻ്റെ VXi പ്ലസിന് എത്ര വില കുറഞ്ഞു, അങ്ങനെ ഓരോ വേരിയൻ്റ് വയസ്സാണ് ആൾക്കാർ എത്രയാണ് റേറ്റ് കുറഞ്ഞെന്ന് ചോദിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ഈ റൂളിൻ്റെ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടാൻ പോകുന്ന സപ്പോമീറ്റർ വണ്ടികൾക്കാണ്. ഏറ്റവും കൂടുതൽ ടാക്സ് കുറഞ്ഞതിനായിരുന്നു. നേരത്തെ 28% GST പ്ലസ് 1% സെസ് അല്ലെങ്കിൽ 28% GST പ്ലസ് 3% സെസ് ആണ് വന്നുകൊണ്ടിരുന്നത്. അതെല്ലാം കൂടെ കുറഞ്ഞിട്ടാണ് ഇപ്പോൾ പെട്രോൾ ആണെങ്കിലും ഡീസൽ ആണെങ്കിലും 18%ലേക്ക് എത്തിയത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു വിലക്കുറവ് സപ്പോമീറ്റർ വാഹനങ്ങളിൽ അതിൻ്റെ പ്രൈസ് പോയിന്റ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ കാണാൻ പറ്റും. പിന്നെ അതിൽ തന്നെ ഏറ്റവും കൂടുതൽ സപ്പോമീറ്റർ വണ്ടികൾ വിൽക്കുന്ന ഒരു കമ്പനി മാരുതി സുസുക്കിയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഇവരുടെ ബഡ്ജറ്റ് വണ്ടികളൊക്കെ നല്ല രീതിയിൽ തന്നെ റേറ്റ് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവരുടെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ വിചാരിച്ചത്. അല്ലെങ്കിൽ ഇതിന് മുന്നേയും GST റിഫോംസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് കുറേ വണ്ടികളുടെയൊക്കെ പേരും ലിസ്റ്റും ടോട്ടൽ എമൗണ്ട് കുറഞ്ഞൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഏതായാലും ഇവരുടെ വണ്ടികൾ ആദ്യം എൻട്രി ലെവൽ വണ്ടിയെ ഓൾട്ടോ കേട്ടറിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. ഇതാണ് ഇപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്ന വണ്ടി. ഇതിന് ആദ്യം GST വരുന്നതിന് മുന്നേ 4.23 lakhs ആയിരുന്നു സ്റ്റാർട്ടിംഗ് പ്രൈസ് ഉണ്ടായിരുന്നു. സ്റ്റാൻഡേർഡ് മാനുവലിൻ്റെ അതിൻ്റെ AC ഒന്നുമില്ല, വളരെ ബേസിക് ആയിട്ടുള്ളൊരു വേരിയൻ്റ് ആണ്. ഇപ്പോഴത്തെ പ്രൈസ് വരുന്നത് 3.87 lakhs ആണ്. 36,000 രൂപ ബേസ് മോഡൽ കുറഞ്ഞു. ആൻഡ് ഇതിനകത്ത് മാക്സിമം പ്രൈസ് കുറഞ്ഞിരിക്കുന്ന 53,000 രൂപയാണ്. അത് ഈ വാഹനത്തിൻ്റെ CNG VXi മോഡലിനാണ്. 6.21 lakhs നിന്ന് 5.68 lakhs ആയിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ അകത്ത് നമുക്കിപ്പോൾ മാക്സിമം VXi പ്ലസ് ഓട്ടോമാറ്റിക് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നേരത്തെ 6.1 lakhs ആയിരുന്നു എക്സ്ഷോറൂം പ്രൈസ്. അതിപ്പം 52,000 രൂപ കുറഞ്ഞ് 5.58 ആയിട്ടുണ്ട്. എഗെയിൻ വളരെ നല്ല കാര്യമാണ്. ഈ ചെറിയ വണ്ടിയിൽ 50,000 രൂപ അല്ലെങ്കിൽ 53,000 രൂപയൊക്കെ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അതൊരു വലിയ എമൗണ്ട് ആണ്. കാരണം ഈ സെയിം എമൗണ്ട് തന്നെയാണ് നമ്മൾ ഏകദേശം 20-25 lakhs ഒക്കെ കൊടുത്ത് വാങ്ങുന്ന ക്രെറ്റ, ഗ്രാൻഡ് വിറ്റാര ആ ഒരു പ്രൈസ് പോയിന്റിലുള്ള വണ്ടികളും കുറഞ്ഞിരിക്കുന്നത്. കാരണം അതിൻ്റെ അകത്ത് ടാക്സ് കുറഞ്ഞിരിക്കുന്നത് വളരെ കുറവാണ്. ഇനി ഓൾട്ടോ കേട്ടൻ കഴിഞ്ഞാൽ അടുത്ത ഇവരുടെ ഒരു എൻട്രി ലെവൽ വണ്ടി തന്നെ, അതായത് ഓൾട്ടോ കേട്ടൻ്റെ ഒരു SUV വേർഷൻ എന്ന് പറയും. പക്ഷേ ആദ്യം ഇറങ്ങിയത് ഈ വണ്ടിയാണെന്ന് മാത്രം. എക്സ്പ്രസോ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ വണ്ടിയിലും നമുക്ക് അത്യാവശ്യം നല്ലൊരു പ്രൈസ് റിഡക്ഷൻ കാണാൻ പറ്റും. ബേസിക് വേരിയൻസ് എടുക്കുകയാണെങ്കിൽ 37,000 മുതൽ കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ മാക്സിമം ഈ വണ്ടിയിലും 53,000 രൂപ വരെ തന്നെയാണ് വില കുറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് പിന്നെ ടൂർ വേർഷൻസ് ഒന്നും ഇല്ല. പക്ഷേ VXi പ്ലസ് ഓപ്ഷണൽ AMT എടുക്കുകയാണെങ്കിൽ ആദ്യം 6.01 lakhs ആയിരുന്നു, ഇപ്പോൾ 5.49 lakhs ആയിട്ടുണ്ട്. 52,000 രൂപ കുറഞ്ഞു. മാക്സിമം വില കുറഞ്ഞിരിക്കുന്നു ഓൾട്ടോ കേട്ടൻ്റെ പോലെ തന്നെ. ഇതിനകത്തും CNG VXi മാനുവലാണ്. 6.12 ആയിരുന്നത് ഇപ്പോൾ 5.59 lakhs ആയിട്ടുണ്ട്. 53,000 രൂപ കുറഞ്ഞു. ഏറ്റവും പെർസെൻറ്റേജ് വില കുറഞ്ഞിരിക്കുന്നതും അതിൻ്റെ അകത്ത് തന്നെയാണ്. 9.48% ആണ് വന്നിരിക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇത്തിരി കൂടെ വില കൂടിയ വണ്ടികളായ സെലേറിയോ, വാഗണാർ അതിൻ്റെയൊക്കെ ഒരു ടെറിട്ടറിയിലോട്ട് കയറി. ഈവൻ ദോ സെലേറിയോയ്ക്ക് ഇപ്പോൾ അധികം ഡിമാൻഡില്ല, ആൾക്കാർ അതിന് പകരം വാഗണാറാണ് കൂടുതൽ പ്രിഫർ ചെയ്യാറുള്ളത്. പക്ഷേ എന്നിരുന്നാലും വില ഇതിനും കുറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ LXi മോഡൽ ഇതിന് മുന്നേ 5.64 lakhs ആയിരുന്നു, ഇപ്പോൾ 48,000 രൂപ കുറഞ്ഞ് 5.16 lakhs ആയിട്ടുണ്ട്. ആൻഡ് നമ്മൾ ടോപ്പ് എൻഡ് എടുക്കുകയാണെങ്കിൽ ZXi പ്ലസ് ഓട്ടോമാറ്റിക് 7.37 lakhs ആയിരുന്നു ആദ്യം, അതിപ്പം 6.74 lakhs ആയിട്ടുണ്ട്. 63,000 rupees ആണ് അതിൻ്റെ അകത്ത് വില കുറഞ്ഞിരിക്കുന്നത്. ബാക്കി ഡീറ്റെയിൽഡ് പ്രൈസൊക്കെ നിങ്ങൾക്ക് എല്ലാ വാഹനങ്ങളുടെ ഇതിനകത്ത് കാണാൻ പറ്റും. നമ്മൾ വേരിയൻ്റ് വൈസ് പ്രൈസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് വേരിയൻ്റെ പ്രൈസാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് നോക്കി എത്രയാണ് കുറഞ്ഞതെന്ന് മനസ്സിലാക്കാവുന്നുള്ളൂ. പിന്നെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അല്ല എക്സ്ഷോറൂം പ്രൈസാണ്. സോ ഓൺ റോഡ് വരുമ്പോൾ എന്തെങ്കിലും കുറച്ച് വ്യത്യാസം ഉണ്ടാകും. ഇതാണ് സെലേറിയോയുടെ കാര്യം. ഇനിയിപ്പം നമ്മുടെ ഈ ഒരു പ്രൈസ് പോയിന്റിൽ തന്നെ ഇരിക്കുന്ന വാഗണാറിൻ്റെ കാര്യം കൂടെ എടുക്കാം. സെലേറിയോയിൽ 1 ലിറ്റർ എഞ്ചിൻ മാത്രമേ ഉള്ളൂ. വാഗണാറിലേക്ക് വരുമ്പോൾ നമുക്ക് 1.2 1 ലിറ്റർ രണ്ടും കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ബേസിക് മോഡലിൻ്റെ പ്രൈസ് 50,000 രൂപ വരെ കുറഞ്ഞിട്ടുണ്ട്. 5.76 ആയിരുന്നു, ഇപ്പോൾ 5.26 ആയി. എല്ലാം എക്സ്ഷോറൂമാണ് അഗെയിൻ. ഇനി അതിന് മുകളിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് മാക്സിമം ZXi പ്ലസ് 1.2 ലിറ്റർ ഓട്ടോമാറ്റിക് അതായത് AMT ആണ് കിട്ടുന്നത്. 7.5 lakhs ആയിരുന്നു, അതിപ്പം 64,000 rupees കുറഞ്ഞ് 7.86 lakhs ആയിട്ടുണ്ട്. അഗെയിൻ വളരെ നല്ലൊരു എമൗണ്ടിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നേരത്തെ 8.5 വരെയൊക്കെ അല്ലെങ്കിൽ അതിന് മുകളിൽ 8.7 8.9 അടുത്ത് വരെയൊക്കെ പോകുമായിരുന്നു നമ്മുടെ വാഗണാറിൻ്റെ ടോപ്പ് മോഡൽ ഓട്ടോമാറ്റിക് 1.2ൽ. ഇനിയിപ്പോൾ എന്തായാലും അത് 8 ലക്ഷം രൂപയ്ക്ക് താഴെ ഉറപ്പായിട്ടും നിൽക്കും എന്ന് നമുക്ക് പറയാം. ഇനി അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വാഹനം ഇഗ്നിസ് ആണ്. ഇതിന് എനിക്ക് തോന്നുന്നു കേരള സൈഡിൽ അല്ലെങ്കിൽ സൗത്ത് സൈഡിലാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളതെന്ന്. അല്ലാതെ ഇതധികം ആൾക്കാർ എടുക്കാറില്ല. അതിന് ടോട്ടൽ സെയിലും കുറവാണ് ഓൾ ഇന്ത്യ ലെവലിൽ. ഈ വണ്ടിക്കും വില കുറഞ്ഞിട്ടുണ്ട്. 5.85 ആയിരുന്നു നമ്മുടെ ഇതിന് മുന്നേ ഉണ്ടായിരുന്ന പ്രൈസ്. ഇപ്പോൾ സ്റ്റാർട്ടിംഗ് പ്രൈസ് 50,000 രൂപ കുറഞ്ഞ് 5.35 ആയിട്ടുണ്ട്. ആൻഡ് മാക്സിമം ടോപ്പ് എൻഡ് അതായത് 1.2 ആൽഫ ഓട്ടോമാറ്റിക്കിൻ്റെ പ്രൈസ് 8.12 നിന്ന് 7.43 lakhs ആയിട്ടുണ്ട്. എക്സ്ഷോറും 69,000 rupees ആണ് ഇതിനകത്ത് കുറഞ്ഞിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് നോക്കുകയാണെങ്കിൽ ആക്ച്വലി വളരെ വാല്യൂ ഫോർ മണിയാണ്. നമുക്കിപ്പം ഓൾമോസ്റ്റ് വാഗണാറിൻ്റെ ടോപ്പ് എൻഡിൽ ആ ഒരു പ്രൈസിൽ തന്നെ ഈ വണ്ടിയുടെ ടോപ്പ് എൻഡ് കിട്ടുന്നുണ്ട്. അതുമാത്രമല്ല ഈ വണ്ടിയിൽ മിക്കവാറൊക്കെ വാഗണാറിനേക്കാൾ കൂടുതൽ ഓഫേഴ്സ് ഉണ്ടാവാറുള്ളതാണ്. സോ രണ്ടും ഓൾമോസ്റ്റ് സിമിലർ പ്രൈസിൽ വരും. ഇനി അടുത്ത സ്വിഫ്റ്റ് ആണ്. ഇവരുടെ ഏറ്റവും കൂടുതൽ റേറ്റ് കുറഞ്ഞിരിക്കുന്ന വാഹനങ്ങളിലൊന്നാണ് സ്വിഫ്റ്റ്. പറയുമ്പോൾ അങ്ങനെ തോന്നുന്നില്ലായിരിക്കും, കാരണം സപ്പോമീറ്റർ ചെറിയ വണ്ടി എന്നൊക്കെ പറയാം. പക്ഷേ ആക്ച്വലി 1,06,000 രൂപ വരെ ഇതിനകത്ത് വില കുറഞ്ഞിട്ടുണ്ട്. ബേസിക് മോഡൽ 55,000 രൂപയാണ് കുറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ 5.94 lakhs ആയിട്ടുണ്ട് പുതിയ പ്രൈസ്. പക്ഷേ ടോപ്പ് മോഡലായ CNG അതായത് ZXi CNG 1.2 ലിറ്റർ മാനുവൽ മോഡലിൽ 1,06,000 വരെയാണ് കുറഞ്ഞിരിക്കുന്നത്. ഇനി CNG അല്ലാതെ നോർമൽ വേരിയൻസ് എടുക്കുകയാണെങ്കിൽ
എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് 81,000 രൂപ വരെയാണ് മാക്സിമം പ്രൈസ് കുറഞ്ഞിരിക്കുന്നത്. അതും ZXi പ്ലസ് 1.2 ലിറ്റർ ഓട്ടോമാറ്റിക്, അതായത് AMT മോഡലാണ് അത്രയും റേറ്റ് കുറഞ്ഞിരിക്കുന്നത്. CNGയുടെ ഓവറോൾ എക്സ്ഷോറൂം പ്രൈസ് കൂടുതലായതുകൊണ്ടാണ് അതിൻ്റെ അകത്ത് അത്രയും പ്രൈസ് ഡ്രോപ്പ് വന്നത്. ഇനി അടുത്ത ബലേനോ ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് സ്വിഫ്റ്റിനേക്കാൾ കൂടുതൽ പ്രൈസ് കുറയില്ലേന്ന്. പക്ഷേ 1,00,000 അടുത്തൊന്നും ഇതിന് റേറ്റ് കുറഞ്ഞിട്ടില്ല. സ്വിഫ്റ്റിനേക്കാൾ കുറവാണ് കുറഞ്ഞിരിക്കുന്ന റേറ്റ്. മിക്കവാറും CNGയുടെ ടോപ്പ് എൻഡ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. എനിവേ ഈ വണ്ടിയിൽ നമുക്ക് 57,000 രൂപയാണ് ബേസിക് വേരിയൻറ്റിൽ പ്രൈസ് കുറഞ്ഞിരിക്കുന്നത്. മാക്സിമം ഇതിൻ്റെ 1.2 ആൽഫ ഓട്ടോമാറ്റിക്കിൽ 85,000 വരെയാണ് പ്രൈസ് കുറഞ്ഞിരിക്കുന്നത്. അതും ഒട്ടും മോശമല്ല. ഒരു പ്രീമിയം ഹാഷ് ബാക്ക് എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ നല്ല പ്രൈസ് തന്നെയാണ്. 6.17 സ്റ്റാർട്ട് ചെയ്ത് 9.11 ലാക്സിൽ ഇപ്പോൾ അത് തീരുന്നുണ്ട്. പക്ഷേ എന്നാലും സ്വിഫ്റ്റിന് അത്രയും വില കുറഞ്ഞിട്ടില്ല. അത് ടോട്ടൽ ഓവർ പ്രൈസിൻ്റെ പ്രശ്നമാണ്. അതായത് എക്സ്ഷോറൂം പ്രൈസിൽ വന്നിരിക്കുന്ന ആ ഒരു വ്യത്യാസത്തിൻ്റെയാണ്. ഇനി നമ്മൾ ഇവരുടെ SUVസിലേക്ക് കയറാൻ പോവാണ്. ഫ്രോങ്സ് ആണ് ആദ്യം വരുന്നത്. കാരണം ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു SUV ആയിട്ട് മാരുതി സുസുക്കി പറയുന്ന ഫ്രോങ്സ് ആണ്. എക്സ്പ്രസ്സോ ഒക്കെ ഉണ്ട്, അതിന് നമ്മൾ കൂട്ടേണ്ട ആവശ്യമില്ലല്ലോ. ഇതിൻ്റെ അകത്ത് നമുക്കിപ്പം ബേസിക് വേരിയൻറ്റിൽ 65,000 രൂപയാണ് വില കുറഞ്ഞിരിക്കുന്നത്. മാക്സിമം 1,11,000 രൂപ വരെ വില കുറഞ്ഞിട്ടുണ്ട്. 1 ലിറ്റർ ടർബോ ആൽഫ ഓട്ടോമാറ്റിക്കിലാണ് അത്രയും പ്രൈസ് ഡ്രോപ്പ് വന്നിരിക്കുന്നത്. ഈവൻ നമ്മൾ സീറ്റ 1 ലിറ്റർ ഓട്ടോമാറ്റിക് എടുക്കുകയാണെങ്കിലും അതിൽ 1,03,000 രൂപ വരെ വില കുറഞ്ഞിട്ടുണ്ട്. സോ മൊത്തത്തിൽ നോക്കുമ്പോൾ നല്ലൊരു പ്രൈസ് ഡ്രോപ്പ് തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ CNG മോഡൽസിലും നമുക്ക് 73,000 മുതൽ 81,000 വരെയുള്ള പ്രൈസ് ഡ്രോപ്പൊക്കെ കാണാം. നല്ലൊരു ഓപ്ഷനായിട്ട് നമുക്കിപ്പോൾ എന്തായാലും പറയാം. ബലേനോയുടെ ഒരു ക്രോസ് ഓവർ ആണെങ്കിലും അതിനേക്കാൾ കൂടുതൽ പ്രൈസ് ഡ്രോപ്പ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം വന്നിരിക്കുന്ന ബ്രസയ്ക്കാണ്. കാരണം 1.5 ലിറ്റർ എഞ്ചിൻസുള്ള വണ്ടികളെല്ലാം 40% GSTയുടെ ടാക്സ് ലാബിലാണ് വരുന്നത്. അല്ലെങ്കിൽ ബാക്കി വണ്ടികളെല്ലാം 18%ലാണ് ഇരിക്കുന്നത്. ഈ വണ്ടി പക്ഷേ ടാക്സ് ഇതിൻ്റെ അകത്ത് നിന്ന് പോകുന്നത് നമ്മുടെ അബവ് മീറ്റർ, അതായത് ക്രെറ്റ, സെൽറ്റോസ് അതിൻ്റെയൊക്കെ ടാക്സാണ് ഇതിൻ്റെ അകത്ത് നിന്ന് പോകുന്നത്. അതുകൊണ്ട് ഈ വണ്ടിയിൽ വളരെ മിനിമലായിട്ടുള്ള പ്രൈസ് ഡ്രോപ്പ് മാത്രമേ വന്നിട്ടുള്ളൂ. നെക്സോണിൽ സോണറ്റിലൊക്കെ 1.55 1.64 ലാക്സ് വരെയൊക്കെ പ്രൈസ് ഡ്രോപ്പ് വന്നു. ഇതിൻ്റെ അകത്ത് പക്ഷേ ബേസിക് വേരിയൻറ്റിൽ 30,000-ൻ്റെ ഏറ്റവും മാക്സിമം ഇതിന് ZXi പ്ലസ് 1.5 ഓട്ടോമാറ്റിക്കിൽ 48,000 രൂപയാണ് പ്രൈസ് ഡ്രോപ്പ് വന്നിരിക്കുന്നത്. അതായത് ബേസ് മോഡൽ 8.39 സ്റ്റാർട്ട് ചെയ്ത് മാക്സിമം 13.5 വരെയാണ് ഇതിൻ്റെ പ്രൈസ് പോകുന്നത്. ഇതിനകത്തും CNG ഒക്കെ കിട്ടുന്നുണ്ട്. അതിനകത്ത് പ്രൈസ് ഡ്രോപ്പ് ഒക്കെ നിങ്ങൾക്ക് കാണാം. ഇനി അടുത്തത് ജിംനിയാണ്. അഗൈൻ 1.5 ലിറ്റർ എഞ്ചിൻ ആയതുകൊണ്ട് ഈ വണ്ടിയും 40% ടാക്സ് ലാബിന് അണ്ടറിലാണ് വരുന്നത്. സപ്പോമീറ്ററാണ്, വളരെ ചെറുതാണ്, പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എങ്ങനെയായാലും എഞ്ചിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് 1.2 ലിറ്ററിന് താഴെ ആയിരിക്കണം. പെട്രോൾ ആണെങ്കിൽ, ഡീസലാണെങ്കിൽ 1.5 വരാം, കുഴപ്പമില്ല. ഏതായാലും ഇതിൻ്റെ അകത്ത് ബേസ് വേരിയൻറ്റിൽ 44,000 രൂപയാണ് പ്രൈസ് പറഞ്ഞിരിക്കുന്നത്. സീറ്റ മോഡൽ. അതിൻ്റെ തന്നെ ആൽഫ ഓട്ടോമാറ്റിക് എടുക്കുകയാണെങ്കിൽ 52,000 രൂപ വരെ വില കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ വണ്ടിയിൽ ഒരുപാട് ഓഫേഴ്സും പൊതുവെ കിട്ടാറുണ്ട്. GSTയുടെ റേറ്റ് പറഞ്ഞ് നോക്കണ്ട. 12.32 സ്റ്റാർട്ട് ചെയ്ത് 14.29 ലാക്സ് വരെയാണ് ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് പോകുന്നത്. കുറച്ചധികം ഓവർ പ്രൈസ്ഡ് ആയിട്ടുള്ളൊരു വണ്ടി തന്നെയാണ്. ഇനി അടുത്ത വണ്ടി ഗ്രാൻഡ് വിറ്റാരയാണ്. പറഞ്ഞു വരുമ്പോൾ ഇതിന് അത്യാവശ്യം പ്രൈസൊക്കെ ഉണ്ടെങ്കിലും ഈ വണ്ടിയുടെ ആണ് ഏറ്റവും കുറവ് പ്രൈസ് ഡ്രോപ്പ് വന്നിരിക്കുന്നത്. കാരണം ഇത് ഹൈബ്രിഡാണ്. ഹൈബ്രിഡിന് ഇതിന് മുന്നേ ടോട്ടൽ ടാക്സ് 43% ആയിരുന്നു. അതിപ്പോൾ 40 ആയി, വലിയ വ്യത്യാസമൊന്നുമില്ല. ഈവൻ നോൺ ഹൈബ്രിഡ് വേരിയൻസ് എടുക്കുകയാണെങ്കിൽ പോലും 45 ആയിരുന്നത് ഇപ്പോൾ 40 ആയിട്ടേ ഉള്ളൂ. അഗൈൻ വലിയ വ്യത്യാസമില്ല. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ നോൺ ഹൈബ്രിഡ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഏറ്റവും ലീസ്റ്റ് വില കുറഞ്ഞിരിക്കുന്ന 39,000 രൂപയും ഏറ്റവും മാക്സിമം വില കുറഞ്ഞിരിക്കുന്ന 68,000 രൂപയാണ്. പക്ഷേ അത് ഇതിൻ്റെ ഓൾ വീൽ ഡ്രൈവ് വേരിയൻസിനാണ്. ഇനി അതല്ലാതെ നമ്മൾ ഹൈബ്രിഡ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഏറ്റവും ലീസ്റ്റ് വില കുറഞ്ഞിരിക്കുന്ന 39,000 രൂപയും അതുപോലെ മാക്സിമം വില കുറഞ്ഞിരിക്കുന്നത് ജസ്റ്റ് 43,000 രൂപയും മാത്രമാണ്. പൊതുവെ ക്രെറ്റയൊക്കെ എടുക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 65,000 രൂപ വരെയൊക്കെയുള്ള ഓഫേഴ്സ് നമുക്ക് കാണാമായിരുന്നു. പക്ഷേ ഇതിൻ്റെ ടോപ്പ് എൻഡിലാണ് കുറവ് ഓഫേഴ്സ് ഉള്ളത്, അതായത് കുറവ് പ്രൈസ് റിഡക്ഷൻ ഉള്ളത്. ഇനി അടുത്ത നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാഹനമായി ഇൻവിക്ടോ ആണ്. ഈ വണ്ടി ഹൈ ക്രോസിൻ്റെ റീവാസ്റ്റ് മോഡലാണ്. പക്ഷെ എന്തായാലും ഇതിൻ്റെ പ്രൈസ് ഡ്രോപ്പ് വന്നിട്ടുണ്ട്. ഇതാണ് ഇവരുടെ ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് വാഹനം. ഇപ്പം നേരത്തെ 25.51 ആയിരുന്നു, ഇപ്പോൾ 24.97 ലാക്സ് ആയി, 54,000 കുറഞ്ഞു. മാക്സിമം വെറും 61,000 രൂപ വരെ ഇത്രയും വിലയുള്ള വണ്ടിയിൽ വില കുറഞ്ഞിട്ടുള്ളൂ. 28.61 ലാക്സ് ആണ് ഇതിൻ്റെ ടോപ്പ് എൻഡിൻ്റെ പുതിയ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. പിന്നെ ഈ അടുത്തിറങ്ങിയ വിക്ടോറിയസിൻ്റെ കാര്യം കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇതിനകത്തിന് GST റിഡക്ഷൻ വരുമ്പോൾ ഇനിയും പ്രൈസ് കുറയില്ലെന്ന്. പക്ഷേ അത് GSTയുടെ 2.0 അപ്ലൈ ചെയ്യുന്ന പ്രൈസസ് ആണ് അവരിപ്പോൾ റിവീൽ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഇനിയും പ്രൈസ് റിഡക്ഷൻ എന്തായാലും സെപ്റ്റംബർ 22 മുതലൊന്നും വരില്ല. പിന്നെ ഇവരുടെ പ്രൈസ് റിഡക്ഷൻ സെപ്റ്റംബർ 22 മുതലായിരിക്കും ഇൻ എഫക്റ്റ് വരുന്നത്. ബാക്കി കമ്പനികൾ പോലെ മഹീന്ദ്ര പോലെ സെപ്റ്റംബർ 6 എന്തായാലും വരില്ല. സോ ഗൈസ്, ഇതാണ് മാരുതി സുസുക്കിയുടെ GST 2.0 പ്രൈസ്. നിങ്ങൾക്ക് എന്താണ് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം എന്നുള്ള താഴെ കമൻസിൽ പറയാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ആക്സറീസോ ക്ലീനിങ് പ്രൊഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് തീർച്ചയായും ചെക്കൗട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.